എനിക്ക് നേരിട്ട കാർ റിലേറ്റഡ് 2 സ്കാമുകൾ ഞാനിവിടെ പറയാം. ഒന്നാമത്തത് എനിക്ക് മുമ്പ് ഒരു പോളോ ഉണ്ടായിരുന്നു 1.2 ലിറ്റർ പെട്രോള് TSI. അത് ഞാൻ വിൽക്കാൻ വേണ്ടി ഞാനൊരു എക്സ്ചേഞ്ച് വഴിയാണ് ഞാനത് ഡീൽ ചെയ്തത്. ഞാനത് 1 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. ഞാൻ മാഞ്ചസ്റ്റർ എന്നൊരു സ്ഥലത്ത് റിലേറ്റ് ചെയ്യുന്ന പരിസര പ്രദേശങ്ങളിലുള്ളൊരു ഡീലറായിട്ടാണ് ഞാൻ ചെന്നത്. അദ്ദേഹം നേരത്തെ ഞാൻ ഓൺലൈൻ വഴി ഇത് ഡീൽ ചെയ്ത് കാര്യങ്ങൾ പൈസ പറഞ്ഞ് ആയിട്ടാണ് ചെന്നത്. എക്സ്ചേഞ്ച് വരുമ്പോൾ ബാക്കി പൈസ എല്ലാം ഡീൽ ചെയ്തിട്ടാണ് ചെന്നത്. ചെന്ന സമയത്ത് അവർ വണ്ടി ഇൻസ്പെക്ട് ചെയ്തു. വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ബോഡി വർക്ക് ഇങ്ങനെ മോശമാണെന്നൊക്കെ പറഞ്ഞു. സ്ഥിരം പറയാറുള്ള ചില ക്ലീഷേ ഡയലോഗുകൾ പറഞ്ഞു. ഓക്കെ, UK ആയാലും ഇന്ത്യ ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. സോ അതിനുശേഷം അവർക്ക് വണ്ടി ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. സോ എൻ്റെ ഫാമിലി അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഓഫീസിലേക്ക് ഇരുന്നു. അവർ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. സോ അത് ഒരു ഡീലറാണല്ലോ, നമ്മളതൊരു ആസ്പെക്റ്റിലാണ് നമ്മളത് ഡീൽ ചെയ്തത്. സോ അവർ വണ്ടി ഓടിച്ചു നോക്കി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർ ആകെ അയ്യോ ഈ വണ്ടി ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്, എൻജിൻ ട്രബിളാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. സോ ഞാനത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ വണ്ടി കിടന്ന് സ്റ്റാൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ വിറയ്ക്കുവാണ്. വണ്ടി നീങ്ങുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകുന്നു. സോ ഞാൻ ബോണറ്റ് തുറന്നു നോക്കി. സോ വിസിബിളി അവിടെ കാണാം പോളോയിൽ 3 സിലിണ്ടർ വണ്ടിയായിരുന്നു. സോ അതിൻ്റെ ഒരു ഇഞ്ചക്ടർ, ഒന്നോ രണ്ടോ ഇഞ്ചക്ടർ, ഫ്യൂൽ ഇഞ്ചക്ടറിലേക്കുള്ള ആ ലൈൻ, ആ ഇലക്ട്രിക്കൽ കണക്ഷൻ അവർ വിടിയിച്ചിട്ടേക്കുവാണ്. സോ അത് വിസിബിളി കാണാം. സോ അത് അവർ എനിക്കത് മനസ്സിലായി. സോ ഞാൻ പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വണ്ടി സെയിൽ ചെയ്യുന്നില്ല, ഞാൻ അടുത്തുള്ള എന്താ പറയുക, അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി അത് റെക്ടിഫൈ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോൾ ഇല്ല, വെയിറ്റ് ചെയ്യും, ഞാൻ ഓഫീസ് സംസാരിക്കട്ടെ എന്ന് അവർ സംസാരിച്ചു. ഞാനപ്പോഴത്തേക്ക് ആ പിന്നെടുത്ത് കണക്ട് ചെയ്തു. ഞാൻ പുറത്തോട്ട് പോയി, പിന്നെടുത്ത് കണക്ട് ചെയ്ത് തിരിച്ചു വന്നു. അവർ വിളിച്ചു, തിരിച്ച് നമ്മൾ ഡീൽ ചെയ്തു. അവർ പക്ഷേ പറഞ്ഞ പൈസയിൽ നിന്നും 250-300 പൗണ്ടോളം അവർ കുറച്ചാണ് തന്നത്. സോ ഞാൻ അത്രയും ദൂരം പോയി, ഞാൻ അത്രയും മെനക്കെട്ട് പോയി, ഫാമിലി ഉണ്ടായിരുന്നു. സോ ഞാൻ ആ ഡീല് കൈ കൊടുത്തു വന്ന സമയത്ത്. സോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്കാമാണ് പലർക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ നമ്മുടെ ഒരു UK-യിലുള്ള ചേട്ടൻ ചെയ്യണ കണ്ടു. സോ ഇതൊരു സീരിയസ് സ്കാമാണ്. നിങ്ങൾ വണ്ടി വിൽക്കുമ്പോൾ നിങ്ങളെ നോക്കാൻ വരുന്ന വ്യക്തിയുടെ ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം. അവർ ചെയ്യുന്ന ക്രിയവിക്രിയകളാണ് ഈ സംഭവങ്ങളെല്ലാം. സോ നിങ്ങൾ ബി ഫെയർ ഓഫ് ദീസ് സ്കാംസ്. സോ രണ്ടാമത്തെ സ്കാം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് നേരിട്ടൊരു ഇഷ്യൂ ആണ്. ഡെലിവറി കൊടുക്കാം എന്ന് പറഞ്ഞ് ഡെലിവറി ഒരു ഫേക്ക്, അതായത് ഒരു വർക്കിംഗ് അല്ലാത്തൊരു വണ്ടി അവർക്ക് ഡെലിവറി ചെയ്തു. അവർ ഫുൾ പൈസ അടച്ചിട്ട് അവർ രാത്രി ടോ ചെയ്താണ് അവർ ആ വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തത്. സോ അവർക്ക് അറിയില്ലായിരുന്നു. ഞാനും അത് കണ്ട ഒരു വ്യക്തിയാണ്. സോ അത് അവർക്ക് അറിയില്ലായിരുന്നു. സോ ഈ ഡെലിവറി റിലേറ്റഡ് സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അവർ വണ്ടി കൊണ്ടുവന്ന് എത്തിച്ചു. ഇത് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ടോ ചെയ്ത് കൊണ്ടുവന്നത്. വണ്ടി കൊണ്ടുപോയി ഇട്ടു, നമ്മൾ പൈസ അടച്ച് നമ്മൾ പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ നേരത്താണ്, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ഒരു 5 മൈൽ കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം അറിയുന്നത്. വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതൊരു ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. സോ ഇത്തരം ഡെലിവറി റിലേറ്റഡ് സ്കാമുകൾ, അതേപോലെ തന്നെ വണ്ടി നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ വണ്ടി വിൽക്കുന്ന സമയത്ത് ഡീലർമാർ ചെയ്യുന്ന ചില ക്രയവിക്രയകൾ, ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും സ്കാമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക, ഞാനത് വീഡിയോ ആക്കാൻ ശ്രമിക്കാം.